LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. നീറ്റിൽ കുറഞ്ഞ ആളോട് ചോദിക്കുക, എന്തിനാ താൻ ആ മുറിയിലേക്ക് എത്തി നോക്കിയത്? അത് പിന്നെ ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാ സാറേ. അല്ല, സിദ്ധയായ ഒരമ്മയെ മഹാലക്ഷ്മി കാണാറുണ്ടെന്ന് പറയുന്നത് താൻ കേട്ടിട്ടില്ലേ? അതെ. ആ അമ്മ പറയുന്നത് മഹാലക്ഷ്മിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാ. അങ്ങനെ കുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ കണ്ണൻ പൂർണ്ണ ആരോഗ്യത്തോടെ മടങ്ങി വരണം. അതിലേക്കുള്ള യാത്രയിലാണിപ്പോ. ആ മുഹൂർത്തം അടുത്തു കഴിഞ്ഞു ജയപാല. പക്ഷേ കണ്ണൻ നടന്നു തുടങ്ങുന്നത് മരണത്തെക്കാൾ ഭീകരമായി കാണുന്ന ചിലരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന 2 പേരാണ് ഇതിനകത്തുള്ളത്. ഇന്നലെ രാത്രിയിലെ സംഭവങ്ങളൊക്കെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ. അവന്റെ കണ്ണ് സുഖപ്പെടുത്തുണ്ടായിരുന്നു സാറേ. നമ്മൾ അത് ശീലിച്ചിട്ടില്ലല്ലോ ജയപാല. ഇനിയിപ്പോ കാഴ്ച ഉണ്ടെങ്കിലും അവനും അവന്റെ അച്ഛനും ഒക്കെ അന്ധരാണ്. അതുപോലെ തന്നെ കണ്ണന്റെ 2ാം അമ്മയും അനിയനും ഒക്കെ അതേ ഗണത്തിൽപ്പെടുന്നവരാണ്. നല്ലത് ചെയ്യുന്നവന്റെ മനസ്സറിയാൻ കഴിയാത്തവന് കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ. താൻ വാ, കണ്ണന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വാ. എല്ലാരും നല്ല ഉറക്കത്തിലാണ്. എപ്പോഴാ ഉറങ്ങിയെന്ന് അറിയില്ല സാറേ. എപ്പോഴായാലും 1 മണിക്കൂർ കൂടുതലൊന്നും നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. 2-2:30 ആവുന്നതുവരെയും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങിയിട്ടില്ല എന്ന്. ഞാനും കഷ്ടിച്ച് 2 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ. ദേ, അതിപ്പോ ഇയാൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കാരണം സാറിന്റെ ഉറക്കം പോയല്ലേ? ഇന്നു പോയ ഉറക്കത്തിന് മുതലും പലിശയും സഹിതം ഞങ്ങൾ ഉറങ്ങിക്കോളാമോ? ഇന്നലത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടിന് ഫലമുണ്ടായാ മതി. താനൊന്ന് തിരിഞ്ഞു കിടന്നേ. അത് എടോ, കൈകുത്തി മെല്ലെ ഒന്ന് തിരിയാൻ നോക്ക്. അയാൾക്ക് സ്വയം തിരിഞ്ഞു കിടക്കാൻ പറ്റുമോ നോക്കട്ടെ. തിരിഞ്ഞു കിടക്കണ്ണ. ആ ആ ആ ശ്രമിക്ക്. പറ്റും കണ്ണ. യെസ്. പതുക്കെ. ആ പൗർണമി ചന്ദ്രൻ ഇപ്പോഴും പുഞ്ചിരി തൂകി മുകളിൽ തന്നെ ഉണ്ടോ? എല്ലാത്തിനും സാക്ഷിയായിട്ട് താൻ ധൈര്യമായിട്ട് കിടക്കടോ. അതൊക്കെ നടക്കില്ല എന്ന് വിചാരിച്ച നടക്കില്ല. പക്ഷേ നടക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടന്നിരിക്കും. ഇനിയൊന്ന് ചാരിയിരിക്കാൻ നോക്കണ്ണ. ആ ആ
യെസ് യെസ്. എടോ, അമ്മയുടെ പിറന്നാളായിട്ട് അതിരാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മയുമായിട്ട് ചിലപ്പോ മഹാലക്ഷ്മി അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടാവും. ആ മകൾ അമ്മയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും തന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാകും ദൈവത്തോട് പറയുന്നത്. നിഷ്കളങ്കയായ മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന എന്തായാലും ദൈവങ്ങൾക്ക് തള്ളിക്കളയാനാവില്ല. എടോ മാർക്കോ, തനിക്ക് സന്തോഷമായോ? അത് പറയണോ സാറേ? കണ്ണൻ സാറൊന്ന് കാലുറച്ച് ഇരിക്കുകയും എഴുന്നേറ്റ് നടക്കുകയും ചെയ്താൽ മതിയായിരുന്നു. അതൊക്കെ നമുക്ക് എഴുന്നേൽപ്പിച്ചിരുത്താം. കൂട്ടുകാരന്റെ മാറ്റം എങ്ങനെയുണ്ടോ അനന്തു? ഈ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെ പോലെ ഇവനെ സ്നേഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് കാത്തിരിക്കുക. എടോ, ഇനി അനന്തുവിനും ലേഖയ്ക്കും ഒപ്പം മഹാലക്ഷ്മിയും കൂട്ടി തനിക്കും ജർമ്മനിക്ക് പോകാമടോ. അങ്ങനൊരു ദിവസം വരുമടോ. അതൊക്കെ ഇനി സ്വപ്നങ്ങളിൽ മാത്രമല്ല, തന്റെ ജീവിതത്തിലും ഉണ്ടാവും. നടക്കാത്ത കാര്യങ്ങളൊക്കെ താനിനി അനുഭവിച്ചറിയുമടോ. എന്റെ ദേവി, അമ്മേ, മഹാമായേ, ഇന്നലെ പൗർണമിയായിട്ട് എന്തൊക്കെയോ സംഭവിച്ചതുപോലൊരു തോന്നൽ. അനിഷ്ടങ്ങളൊന്നും ഉണ്ടാവല്ലേ, ആർക്കും അനർത്ഥങ്ങളൊന്നും ഉണ്ടാവല്ലേ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ അമ്മയ്ക്കും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ കണ്ണേട്ടനും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകണേ. കണ്ണേട്ടൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുന്നത് ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിയണേ. എൻ്റെ ദേവി, അമ്മേ, അനുഗ്രഹിക്കണേ. ഇതെന്താ ഒന്നും കാണാത്ത? എനിക്കിപ്പോഴും കണ്ണ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. നേരത്തെ കാണാമായിരുന്നല്ലോ, എന്തിനാ ഒളിഞ്ഞു നോക്കാൻ പോയെ? മര്യാദക്ക് ഒരിടത്ത് കിടന്നാ പോരായിരുന്നു. അങ്ങനെ പോയതുകൊണ്ടേ ഒരു കാര്യം അറിയാൻ പറ്റി. പൗർണമി രാത്രിയില് ശക്തമായ ചികിത്സയാ നടന്നത്. അവനെ തോമസ് വൈദ്യൻ ഉടനെ എഴുന്നേപ്പിച്ച് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലടാ. കണ്ണന്റെ ജീവിതത്തിലേക്ക് വന്ന മഹാലക്ഷ്മി ശരിക്കും ഒരു മഹാലക്ഷ്മിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അവളെ പുകഴ്ത്തരുത്. കണ്ണന്റെ ജീവിതത്തിലേക്ക് വന്നതേ ശരിക്കും ഒരു പൂതനയാ. അവളെ എല്ലാവരുടെയും കഴുത്തില് ഈ ഞരമ്പ് പൊട്ടിച്ച് ചോറ് കുടിക്കും. ഒരു കാര്യം നീ ഉറപ്പിച്ചോ, കണ്ണനും മഹാലക്ഷ്മിക്കും എതിരെ എന്തെങ്കിലും ചെയ്യാൻ ഉറപ്പിച്ച് നമ്മൾ പോയിട്ടുണ്ടോ, അപ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നത് തിരിച്ചടിയാ. കഴിഞ്ഞ രാത്രിയിൽ അത് സംഭവിച്ചില്ലേ, പിന്നെ ഇനി അതിന്റെ പിന്നാലെ നടക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അച്ഛൻ പറയുന്ന കേട്ടിട്ട് ആഗ്രഹങ്ങൾ അടക്കി ജീവിക്കാനേ എനിക്ക് പറ്റത്തില്ല അച്ഛാ. നമുക്ക് എത്ര തകർച്ച ഉണ്ടായാലും എതിർഭാഗത്തുള്ളവരെ നശിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ഇന്ന് കണ്ണൻ പോവുമല്ലേ, ഇനി മനുഷ്യന് കുറച്ച് സ്വസ്ഥത ഉണ്ടാവും. ഇത് ഉറക്കവും ഇല്ല, സമയത്ത് ആഹാരവും കഴിക്കത്തില്ല, ഏതു നേരവും നടക്കാത്ത കാര്യത്തിന് പിന്നാലെ നടക്കും. സ്വന്തം ഭാര്യയെ പോലും കൊണ്ട് കളഞ്ഞിട്ട് നടക്കുക. ഞാൻ മെല്ലെ ഒന്ന് എഴുന്നേക്കാൻ ശ്രമിക്കട്ടെ. അതിന് ശ്രമിക്കണ്ടെന്നല്ലേ തോമസ് സാർ പറഞ്ഞത്? അതെ, എന്നാലും
ഒരു ആവേശം പോലെ. എന്നാ പിന്നെ ശ്രമിച്ചു നോക്കടാ. ആ ശ്രമിക്കടാ. എഴുന്നേറ്റ് നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ പരസഹായം വേണ്ടിവരും കണ്ണ. അങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്ക്. ആ പതുക്കെ. മാറി നിൽക്കൂ ജയപാല. സാറ് മാറി വരുന്നുണ്ട്. പക്ഷേ നീ കണ്ട കാഴ്ചകള് ആരോടും പറയാൻ പാടില്ല സാറേ. ആ ഇവിടെ ഒരുത്തനുണ്ട്, അവന്റെ കണ്ണ് കലങ്ങി കിടക്കുക. അതുകൊണ്ട് പുറത്തേക്ക് വരില്ലെന്ന ധൈര്യത്തിൽ തന്നെയാ സാറിനെ കൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. സാഗറെ, കണ്ണന് വന്ന ഈ മാറ്റം പുറത്തൊരാൾ പോലും അറിയാൻ പാടില്ല. എന്റെ നാവിന്ന് ഒന്നും വെളിയിൽ പോകില്ല സാറേ. വെളിയിൽ പോയാ പിന്നെ നിന്റെ നാവ് ചലിക്കില്ല സാഗറെ. മാർക്കോ, നിനക്ക് എന്നെ അറിയാലോ. സാറും മേഡവും മാത്രമേ എന്നെ മനസ്സിലാക്കാത്തായിട്ടുള്ളൂ. ശരി ശരി, നിന്റെ വാക്കുകൾ സത്യമായ മതി. നീ ഞങ്ങൾക്ക് തന്ന ഉറപ്പ് പാലിച്ചാ മതി. പതുക്കെ 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 പതുക്കെ. സൂക്ഷിച്ചു. അതെ, അധികമൊന്നും വേണ്ട, അത്ര സ്ട്രെയിൻ കൊടുക്കണ്ട. വിഷമിക്കണ്ട മോനെ, നീ ആഗ്രഹിക്കുന്ന പോലൊക്കെ വരും. അതെനിക്ക് സംശയമില്ലാതെ ഉറപ്പിച്ചു പറയാം. ഒരിക്കലും ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല സാർ. മഹാലക്ഷ്മി എന്ന പെൺകുട്ടി കണ്ണന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം നടക്കില്ല എന്ന് കരുതിയത് പലതും നടക്കുക. മഹാലക്ഷ്മിയുടെ മനസ്സിന്റെ പരിശുദ്ധിയും ആ കുട്ടിക്ക് കണ്ണനോടുള്ള സ്നേഹവും എത്രയെന്ന് മറ്റാരേക്കാളും കൂടുതൽ സാഗറിനറിയാലോ. അറിയാം സാർ. ഇത്രത്തോളം ഭർത്താവിനെ സ്നേഹിക്കുന്ന ആരെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല സാർ. അങ്ങനെ പാതിവൃത്യമുള്ള പെൺകുട്ടികൾ ഭർത്താവിനൊപ്പം ഉണ്ടെങ്കിൽ അവർക്ക് വിജയങ്ങൾ ഉണ്ടാവും. എന്നും സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തെ തഴുകി തലോടിക്കൊണ്ടേയിരിക്കും.
ഭർത്താവിന്റെ പേരില് നിത്യേന അമ്മ ഇവിടെ വരുമ്പോഴൊക്കെ അർച്ചനയും വഴിപാടും ഒക്കെ കഴിപ്പിക്കാറുണ്ട്. പിന്നെ മോള് എല്ലാ പക്കനാളിലും മൃത്യുഞ്ജയാർച്ചനയും അതുപോലെ തന്നെ ഭാഗ്യസൂക്താർച്ചനയും നടത്തണമെന്ന് പറയുന്നത് കൊണ്ട് അതും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പതാ അർച്ചന നടത്തിയപ്പോ വളരെ നല്ല ഫലങ്ങള് മോളെ കാത്തിരിക്കുന്നതായിട്ടാ കണ്ടത്. അങ്ങനെ തന്നെയായി തീരട്ടെ തിരുമേനി. ഇനി ഇടയ്ക്ക് വരാം. ഭർത്താവ് ചികിത്സയിലല്ലേ? ആ ഇനി എന്തെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് മോൾക്ക് നടന്നു വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ദാ. നന്നായി വരട്ടെ. അമ്മേ ഭഗവതി, അമ്മേ മഹാമായ. എന്തോ ഇന്നത്തെ ദിവസം എനിക്ക് തൊഴുതിട്ട് മതിയാവുന്നില്ലമ്മേ. ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ശരി മോളെ. ഞാൻ കണ്ണേട്ടന്റെ കൈ പിടിച്ചോണ്ട് വരുമെന്ന് തിരുമേനി പറഞ്ഞല്ലോ. ചിലപ്പോ എനിക്കും കണ്ണേട്ടനും വേണ്ടി പൂജകൾ ചെയ്തപ്പോ അങ്ങനെ തോന്നിക്കാണും തിരുമേനിക്ക്. എങ്കിലും ഇതിന്റെ കാര്യങ്ങളൊന്നും പറയണ്ട കേട്ടോ. അത് പിന്നെ ഞാൻ പറയോ അമ്മേ. ഞാൻ ദേ എത്തി. ദാ അമ്മ ഇതെവിടുന്ന് വന്നു? അമ്മമാരെ എവിടുന്നും വരുമല്ലോ മോളെ. അല്ല, എന്തൊക്കെ ഇപ്പൊ നടക്കുന്നത്? എന്താ അമ്മേ? എന്താന്നൊക്കെ മോൾ ഉടനെ അറിഞ്ഞോളൂ. നല്ലതും മോശമൊക്കെ ഇനി നടക്കാൻ പോവാ. പക്ഷെ അതിന്റെ എല്ലാ അവസാനം മോൾക്ക് സമാധാനവും സന്തോഷവും കിട്ടും. മോളെയും മോനെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കാ തിരിച്ചടി ഉണ്ടാവാൻ പോന്നേ. ഞാനിവിടെ തൊഴുത് നിന്നപ്പോഴൊക്കെ അമ്മയെ കാണുന്ന മനസ്സിലാഗ്രഹിച്ചതാ. അറിയാം. അതുകൊണ്ടാ ഒട്ടും സമയം കളയാതെ അമ്മ മുന്നിലേക്ക് വന്നത്. മോൾ ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട. മോളുടെ ഉള്ളിൽ അടങ്ങാത്ത 2 ആഗ്രഹങ്ങളുണ്ട്. ഒന്ന്, മോളുടെ ആള് മോളുടെ കൈ പിടിച്ച് നടക്കണം. 2, ആ മോനിൽ മോൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കണം. ഇത് രണ്ടും നടക്കില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നടക്കും. അതിനി കാലതാമസം ഉണ്ടോന്ന് ചോദിച്ചാൽ അതൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇനി അങ്ങോട്ട് മോളുടെ ദിവസങ്ങളാ വരാൻ പോകുന്നേ. മോളുടെ ശത്രുക്കൾ അടിക്കടി പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്നെന്റെ അമ്മയുടെ പിറന്നാളാ. അറിയാം. ഇന്നിവിടെ സദ്യയൊക്കെ ഉണ്ടല്ലോ. അതും കഴിച്ച് പായസമൊക്കെ കുടിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പിന്നെ മോള് മോളുടെ ആളെ വിളിക്കാൻ പോകത്തില്ലേ അമ്മയുടെ പിറന്നാളിന് പങ്കെടുക്കാൻ? പോണം. ചെല്ല് ചെല്ല്. ഇന്നലെ പൗർണമി രാത്രി ഉറക്കം പോയത് വിഷമം ഉണ്ടാക്കാനല്ല, നല്ലതിന് തന്നെയാ. അമ്മ എന്തൊക്കെയോ അറിഞ്ഞിട്ടാണല്ലോ സംസാരിക്കുന്നത്. അമ്മ ഇത്രയും കാലം അങ്ങനെ അറിഞ്ഞു തന്നെയല്ലേ മോളെ സംസാരിച്ചത്. അമ്മ ഇവിടെ തന്നെ നിക്കണേ അമ്മേ. എന്താ മോളെ? എന്റെ അമ്മയെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടാളും കാണുന്നത് ഒരാളെ ആണോന്ന് ഞങ്ങൾക്ക് സംശയ. ആകാനാണ് സാധ്യത. എങ്കിലും അത് ഉറപ്പിക്കാനാ. ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ട് ഇപ്പൊ വരാം.
20% മോർ കായമെന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.